നമ്മളെല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും നല്ല സമൃദ്ധിയുള്ള ഐശ്വര്യം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ യു എസിൽ മികച്ച ഒരു ജോബ് ഡേറ്റ ഉണ്ടായിരുന്നു. അത് കാരണം യു എസ് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് രീതിയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ നെക്സ്റ്റ് ജനറേഷൻ GST നല്ലൊരു ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യാതെ, എന്നാൽ നെഗറ്റീവിലേക്ക് പോകാതെ പ്ലസ് ആയിട്ട് തന്നെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് നടത്തി. അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ഇപ്പോൾ നിലവിലുള്ളത്. ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം 2 ദിവസത്തെ അവധികളൊക്കെയാണ് ഉള്ളത്. മാർക്കറ്റിൽ ഇന്ന് മലയാളികൾ ആക്റ്റീവ് ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. എങ്കിലും കഴിഞ്ഞ ഒരു 4 ദിവസമായിട്ട് നമ്മൾ പ്രീ മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് പ്രീ മാർക്കറ്റ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാതിന് മുമ്പ് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും പോസിറ്റീവിലായിരുന്നു. 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവായ രീതിയിൽ നിലകൊള്ളുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ സൈഡസ് ലൈഫ് കമ്പനി, ഫാർമ കമ്പനിയാണ്. അപ്പോൾ അവർ ഒരു നെതർലാൻഡിലായിട്ടൊരു ഫാർമ കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. വരുൺ ബിവറേജ്, പെപ്സിയുടെ എല്ലാം തന്നെ നമ്മുടെ ഇന്ത്യയിലെ പ്രൊമോട്ടേഴ്സാണ് വരുൺ ബിവറേജസ്. അപ്പോൾ അവർ വിസിറ്റ് കൂളേഴ്സ് റെഫ്രിജറേറ്റർ എന്ന ഒരു കമ്പനിയായിട്ട് ഈ റെഫ്രിജറേറ്റർ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ധാരണയായി. RPP ഇൻഫ്ര കമ്പനിക്ക് 134 കോടി രൂപയുടെ ഒരു ഹൈവേയുടെ ഓർഡർ ലഭിച്ചു. യാഷോ ഇൻഡസ്ട്രീസ് കമ്പനി അവർ 15 വർഷത്തെ ഒരു കോൺട്രാക്റ്റ് ഒരു മേജർ ഗ്ലോബൽ MNC ആയിട്ട് ലൂബ്രിക്കൻ്റ് അഡ്ഹസീവ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പോളി മെഡിക്യൂർ കമ്പനി അവർ പെൻ കെയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ 90% സ്റ്റേക്ക് അക്വയർ ചെയ്തു. ഇൻഡോടെക് ട്രാൻസ്ഫോമേഴ്സ് കമ്പനി 78 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഭാരത് ഫോർജ് കമ്പനി ആന്ധ്രാപ്രദേശിൽ ഡിഫൻസ് ഉപകരണങ്ങൾ മാനുഫാക്ചർ ചെയ്തതിന് വേണ്ടിയിട്ട് അവർ ലാൻഡ് അക്വയർ ചെയ്തു. സ്റ്റെർലൈറ്റ് ടെക് കമ്പനി US ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. ബയോകോൺ ഫാർമ കമ്പനിയാണ്. അവരുടെ പ്ലാന്റിൽ യു എസിലെ ഡ്രഗ് കൺട്രോൾ ഉദ്യോഗസ്ഥർ ഇൻസ്പെക്ഷൻ നടത്തി 5 ഒബ്സർവേഷൻസ് റൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഉള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഓണം. താങ്ക് യു.